ആറാമത്തെ ഇസ്ലാം കാര്യമാണ് ജിഹാദ്. അത് ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ അത് മറച്ചു വെക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ. പക്ഷേ ഖുർആൻ വായിച്ചു നോക്കിയാൽ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞതിനേക്കാളൊക്കെ കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച് പ്രാധാന്യത്തോടെ കൂടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ജിഹാദ്. എന്താണ് ജിഹാദ്? മുസ്ലിങ്ങളല്ലാത്ത മുഴുവൻ ആളുകളെയും ഇസ്ലാം മതത്തിലേക്ക് ചേർക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് ആദ്യം നല്ല നിലയിൽ പറഞ്ഞിട്ടും താക്കീത് ചെയ്തിട്ടും ബോധവൽക്കരണം നടത്തിയിട്ടും ശ്രമിക്കുക, ഒന്നാം ഘട്ടം. രണ്ടാം ഘട്ടം, അതിന് തയ്യാറാവാത്ത ആളുകളെ വാളുകൊണ്ട് കീഴ്പ്പെടുത്തി ഇസ്ലാമിക ഭരണത്തിനും ഇസ്ലാമിക നിയമത്തിന്റെയും കീഴിൽ കൊണ്ടുവരിക. അതിന് തയ്യാറാവാത്ത, മാനസികമായി കീഴടങ്ങാൻ തയ്യാറാവാത്തവരെ കൊന്നുകളയുക. ഇതാണ് ജിഹാദിന്റെ സങ്കല്പം. പടച്ചോൻ ഖുർആനിൽ പറയുന്നത്, ഞാൻ ഇരുമ്പ് ഭൂമിയിൽ ഉണ്ടാക്കിയത് തന്നെ ആരാണ് വാളുകൊണ്ട് പണിയെടുത്തിട്ട് എന്നെ സഹായിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഈ പറയുന്നത്, ഖുർആനിലെ വാക്യമാണ് എഴുതിയത്. അപ്പൊ രണ്ടാമത്തെ ആകാംക്ഷയാണത്, ആരാണ് വാളെടുത്ത് വെട്ടി എന്നെ സഹായിക്കുന്നത് എന്ന് അറിയണം എനിക്ക്. അതിനു വേണ്ടിയാണ് ഞാൻ ഇരുമ്പ് ഇറക്കി തന്നത് എന്ന് പറഞ്ഞത്. ഇതാണ് അതിന്റെ വേറെ ഒരു വെർഷൻ. അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുകയും പിന്നീട് സംശയിക്കാതിരിക്കുകയും തങ്ങളുടെ സ്വത്തുക്കളും ശരീരങ്ങളും കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം നടത്തുകയും ചെയ്തവരാരോ അവർ മാത്രമാകുന്നു സത്യവിശ്വാസികൾ, അവർ തന്നെയാകുന്നു സത്യവാൻമാർ. മനസ്സിലായില്ലേ? ഈ പണിക്ക് ഇറങ്ങാത്തവരൊന്നും സത്യവിശ്വാസികൾ അല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ വല്ലവനും സ്വദേശം വെടിഞ്ഞു പോകുന്ന പക്ഷം, സിറിയയിലേക്ക് പോകുന്ന പക്ഷം, ഭൂമിയിൽ ധാരാളം അഭയസ്ഥാനങ്ങളും ജീവിത വിശാലതയും അവൻ കണ്ടെത്തുന്നതാണ്. വല്ലവനും തന്റെ വീട്ടിൽ നിന്ന് സ്വദേശം വെടിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്കും അവന്റെ ദൂതനിലേക്കും ഇറങ്ങി പുറപ്പെടുകയും അനന്തരം വഴിമധ്യേ മരണം അവനെ പിടികൂടുകയും ചെയ്യുന്ന പക്ഷം അവനുള്ള പ്രതിഫലം അള്ളാഹുവിങ്കൽ സ്ഥിരപ്പെട്ടു കഴിഞ്ഞു. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയും അത്ര. അപ്പൊ സിറിയയിലേക്ക് പോകുന്ന വഴി, അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്ന വഴി, ആട് മേക്കാൻ പോകുന്ന വഴി വല്ല ആപത്തിലും പെട്ട് മരിച്ചാൽ ബാക്കി കാര്യം ഞാനേറ്റു എന്ന് അള്ളാഹ് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് പോകുന്നതിന്റെ പ്രചോദനം. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുകയോ മരണപ്പെടുകയോ ചെയ്യുന്ന പക്ഷം അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കുന്ന പാപമോചനവും കാരുണ്യവുമാണ് അവൻ ശേഖരിച്ചു വെക്കുന്നതിനേക്കാളെല്ലാം ഗുണകരമായിട്ടുള്ളത്. 5 ലക്ഷം ശമ്പളമുള്ള IT പ്രൊഫഷണൽ വരെ അതൊക്കെ ഒഴിവാക്കിയിട്ട് ആട് മേക്കാൻ പോകുന്നത് ഇതുകൊണ്ടാണ്. നിങ്ങൾ ഇവിടെ കൂട്ടിവെക്കുന്നതിനേക്കാളൊക്കെ ഭേദം, മെച്ചപ്പെട്ടത് നിങ്ങൾക്ക് ഈ മാർഗത്തിൽ യുദ്ധത്തിന് പോകുമ്പോൾ മരിച്ചാൽ ഞാൻ അവിടെ തരും എന്ന വാഗ്ദാനം അവിടെ കിടപ്പുണ്ട്. ഇതൊക്കെ വായിച്ചിട്ട് ആണ് 5 ലക്ഷം 4 ലക്ഷം ശമ്പളം ഉള്ളവൻ പോലും ജോലിയൊക്കെ ഒഴിവാക്കി മക്കളെയും കുട്ടികളെയും കൂട്ടി ആടുമേക്കാൻ പോയി പൊട്ടിത്തെറിക്കുന്നത്.